സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. കാത്തിരിപ്പിന് ശേഷം അമേരിക്ക ഇറാനെതിരെ പഴയ ആയുധം പുറത്തെടുത്തു. ആണവായുധ വികസന കുറ്റം. ഇറാനെ പ്രഹരിക്കാൻ തൽക്കാലം ഇതേ ട്രംപിന് ന്യായമുള്ളൂ. ജനകീയ പ്രക്ഷോഭം അട്ടിമറിയുടെ വരമ്പത്ത് എത്തിയിട്ടില്ല. ഖമേനിയെ പുറത്താക്കാൻ എന്ന പേരിൽ ആക്രമണം സാധ്യവുമല്ലല്ലോ. എങ്കിലും ആണവ കരാറിന്റെ പേര് പറഞ്ഞ് ട്രംപ് വട്ടം കൂട്ടുന്നത് എന്തിനാകാം? പ്രക്ഷോഭത്തിന്റെ സാധ്യത പെരുക്കി ത്രൈഷോൾഡിലെത്തിച്ച് അന്തിമ പ്രഹരം പരീക്ഷിക്കാനോ? ആണവ നിലയങ്ങളുടെ മാത്രം മേലുള്ള മിന്നൽ ഹാമർ സ്ട്രൈക്കിന് സാധ്യതയുണ്ട്. പക്ഷെ അതിനും തീരുമാനം ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ടില്ല. സത്യത്തിൽ ട്രംപിന്റെ ആശങ്ക ഇറാൻ ആണവായുധ ശേഷി കൈവരിക്കുകയും അവരുടെ നശീകരണായുധം ഭീകര മിലീഷ്യകളുടെ പക്കൽ എത്തിച്ചേരുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ്. എങ്കിൽ പോലും മിന്നലാക്രമണം എന്നതിനപ്പുറം തുടർച്ചയായുള്ള യുദ്ധത്തിന് വഴി കാണാനില്ല. സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുവാനും അടിച്ചമർത്താനും മടിക്കാത്ത ഇസ്ലാമിക വിപ്ലവ ഗാർഡുകളുടെ ബലത്തിൽ മദ്യമറന്ന് ചാവേർ നേതാവിനെ പോലെ പ്രതികരിക്കുന്ന ഖമേനിയെ ഭൂതലത്തിൽ ആ ശിരസ് ഉയർന്നു നിൽക്കുവോളം മറ്റുള്ളവർക്ക് ഭയക്കാതെ വയ്യ. ഖമേനിക്ക് ട്രംപിനെ പ്രഹരിക്കാൻ അമേരിക്കൻ കപ്പലോ അമേരിക്കൻ നഗരമോ തന്നെ ആക്രമിക്കണമെന്നില്ല. അമേരിക്കയുടെ മിത്രങ്ങളും സഹായികളുമായ പശ്ചിമേഷ്യൻ ഇസ്ലാമിക രാജ്യങ്ങളെയൊക്കെ വിറപ്പിക്കാൻ ഇറാന് കഴിയും. അതിന് ഇറാന് മടിയുമില്ല. ഇറാനിയൻ ഭരണകൂടത്തിന്റെ മതഭീകരതയ്ക്ക് ഒന്നിനെയും ഭയപ്പെടാനില്ല. മതഭീകര മിലീഷ്യകൾ ഇറാനൊപ്പമുണ്ട്. അതിനാൽ ഈ രാജ്യങ്ങൾക്ക് സർവ്വതും മറന്ന് ഇറാനെതിരെ യുദ്ധരംഗത്ത് നിലകൊള്ളാനും ധൈര്യമുണ്ടാകില്ല. ട്രംപിനാകട്ടെ ഇറാന്റെ മട്ടിലുള്ള ആക്രമണങ്ങൾ നടത്തുക പ്രയാസം. ലോകത്തോടും സ്വന്തം നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തോടും ജനങ്ങളോടുമൊക്കെ ഉത്തരം പറയാനുണ്ട്. നിരീക്ഷകരൊക്കെ ആയത്തുള്ള ഖമേനിയെ മാത്രം കേന്ദ്രമാക്കുമ്പോൾ ഖമേനിക്ക് രണ്ടു കാര്യം ഉറപ്പാണ്. ആദ്യം, തന്റെ മുൻഗാമി ഖൊമേനിയെയും പിന്നാലെ തന്നെയും സ്ഥാനത്തുറപ്പിച്ച ഇനിയും പിൻഗാമികളെ നിശ്ചയിക്കാൻ പ്രാപ്തിയുള്ള ഇസ്ലാമിക വിദഗ്ധ സമിതിയും IRGC എന്ന ഇസ്ലാമിക വിപ്ലവ ഗാർഡ് കോറും ഇളക്കമില്ലാതെ ഒപ്പമുണ്ടെന്ന്. ഇറാഖുമായുള്ള യുദ്ധത്തിന്റെ രാഷ്ട്രീയ അസ്ഥിരതയിൽ ഒപ്പമുള്ളവരെ കൂട്ടി സ്ഥാനം പിടിക്കുകയും ആയത്തുള്ള ഖമേനിക്ക് ശേഷം അധികാരം കൈക്കലാക്കി മതാധിപത്യം കർശനമാക്കുകയും ചെയ്തയാളാണ് ഷിയ യാഥാസ്ഥികനായ ഇന്നത്തെ ഇതേ ഖമേനി. ഖമേനിയുടെ കാലത്ത് നവീകരണവാദിയായ മുഹമ്മദ് ഗദാമി തുടർച്ചയായി 2 തവണ പ്രസിഡന്റായി. പക്ഷേ ഗദാമിയുടെ പരിഷ്കരണ നയങ്ങളെ ഖമേനി തകർത്തു. അതിന് തന്റെ കീഴിലുള്ള ജുഡീഷ്യറി IRGC അടക്കം വിഭാഗങ്ങളെ നന്നായി ഉപയോഗിച്ചു. പരിഷ്കരണവാദികളെ പീഡിപ്പിച്ച് നീക്കമടിച്ചമർത്തി. പിന്നീട് കടുത്ത യാഥാസ്ഥികനും യഹൂദ വിരോധിയുമായ അഹമ്മദി നെജാദ് പ്രസിഡന്റായി. നജാദിന്റെ 2ാം വട്ട തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിഷേധക്കാർ രംഗത്തെത്തിയപ്പോൾ ഖമേനി പ്രത്യക്ഷപ്പെട്ട് നജാദിനെ പിന്തുണച്ചു, പ്രതിഷേധക്കാരെ താക്കീത് ചെയ്തു. അപ്പോഴും എപ്പോഴും ഖമേനിയുടെ താക്കീതിന്റെ അർത്ഥം പ്രതിഷേധക്കാരുടെ തല പോകും എന്നാണ്. ഇപ്പോഴത്തെ പ്രക്ഷോഭകർക്കുള്ള താക്കീതിന്റെയും അർത്ഥം അതുതന്നെ. തലയെടുക്കാൻ IRGC ഒപ്പമുണ്ടെന്ന ഉറപ്പ് ഖമേനിയെ ഇളവിന് സന്നദ്ധമാക്കുന്നില്ല. എന്തായാലും ഗദാമിക്കും കൂട്ടർക്കും കഴിയാത്തത് ഇപ്പോഴത്തെ നാഥനില്ല പ്രക്ഷോഭങ്ങൾക്കും കഴിയില്ലെന്നാണ് ഖമേനിയുടെ നിശ്ചയം. ഇതുവരെ ഇറാനിലെ പ്രക്ഷോഭങ്ങൾക്ക് ഏകീകൃത രൂപമോ പൊതു നേതാക്കളോ ഉണ്ടായിട്ടില്ല. കാരണം നേതൃസ്ഥാനത്ത് വരേണ്ട പരിഷ്കരണവാദികളെല്ലാം തടവറയിലാണ്. ഇപ്പോഴത്തെ നിലയ്ക്ക് ഖമേനി പോയാൽ പകരം ആളെ വെക്കാൻ ഇസ്ലാമിക വിപ്ലവ നേതൃത്വത്തിന് കഴിയും. അതിനാൽ ഒരു ഖമേനിയോട് മാത്രമല്ല പ്രതിഷേധകരോ ബാഹ്യശക്തികളോ പൊരുതേണ്ടി വരുന്നത്. ഖമേനിക്ക് പകരമാകാനും പകരക്കാരെ നിശ്ചയിക്കാനും പോകുന്ന വിധം ഗാലറിയിലുള്ള നേതാക്കളെ അമേരിക്കയും ഇസ്രായേലും പ്രഹരിച്ചാൽ ഖമേനിയുടെ ഉറപ്പൊക്കെ ഇളകിയെന്ന് വരാം.
പ്രക്ഷോഭങ്ങൾക്ക് ആക്കം കൂടിയെന്നും വരാം. IRGCയിൽ വിള്ളലുണ്ടാക്കാൻ ഇസ്രായേലിനോ അമേരിക്കൻ സംഘങ്ങൾക്കോ രഹസ്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഖമനേയിയുടെ ഉറപ്പൊന്നും നിലനിൽക്കില്ല. അങ്ങനെ ഉണ്ടോ എന്നത് ബാഹ്യലോകത്തിന് അറിയാത്ത കാര്യം. അവസാനത്തെ ഇസ്രായേലി ബന്ദിയുടെ അവശിഷ്ടം കൂടി ടെൽ അവീവിലെത്തുകയും ഇസ്രായേൽ സ്മരണാഘടികാരം പൂട്ടുകയും ചെയ്തതോടെ ഇസ്രായേൽ എല്ലാ വൈകാരിക തടസ്സങ്ങളിൽ നിന്നും വിമുക്തമാണ്. ആർക്കെതിരെയും പ്രഹരം നൽകാനുള്ള സ്വതന്ത്ര അവസ്ഥയിലും. പ്രക്ഷോഭത്തെയും പ്രക്ഷോഭകരെയും ഖമേനി ഭയപ്പെടുന്നില്ലെന്ന് ഭാവിക്കുമ്പോഴും ചാരന്മാരെയും ജീവന്റെ ഭീഷണിയെയും അവഗണിക്കാൻ മാത്രം ബുദ്ധിശൂന്യനല്ല താനെന്ന് സുരക്ഷിത താവളം തേടുന്ന ഖമേനി തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാനും അമേരിക്കയും നേർക്കുനേർ വന്നിരിക്കുന്നു എന്ന മട്ടിലാണ് ചിലർ കാണുന്നത്. എന്തായാലും ഖമേനി അത്ര നിർഭയനല്ല എന്നതിന്റെ തെളിവാണ് ടെഹ്റാനിലെ ഇക്വിലാബ് ചത്തുരത്തിൽ ചിത്രം സഹിതം കൂറ്റൻ ബോർഡിൽ സജ്ജമാക്കിയ ചുവർ ഭീഷണി. കാറ്റു വിതച്ചാൽ അമേരിക്ക കൊടുങ്കാറ്റ് കൊയ്യുമെന്ന്, ഒപ്പം അമേരിക്കയ്ക്ക് കാലുകുത്താനും ഇടം കൊടുക്കുന്ന രാജ്യത്തെ ചുട്ടിരിക്കുമെന്നും. എന്താണ് ഈ മ്യൂറൽ വാണിങ്ങിന് കാരണം? തങ്ങളുടെ തിരിച്ചടിയിൽ നിന്ന് അമേരിക്ക രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടല്ലല്ലോ അമേരിക്ക ഇറാന് ചുറ്റും പിടിമുറുക്കുന്നു എന്ന തോന്നൽ. ഇത് ശരിക്കും ഇറാൻ ഭരണകൂടത്തിന്റെ ഉള്ളിലെ ആശങ്കയുടെ പ്രകടനമാണ്. അമേരിക്കൻ ആക്രമണവും ഇറാനിലെ പ്രതിഷേധവും ഒന്നിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്ക. പ്രതിഷേധം കനക്കാതെ അമേരിക്കയ്ക്കോ അമേരിക്കൻ ഇടപെടലില്ലാതെ പ്രതിഷേധകർക്കോ ഇറാനിലെ നേതൃത്വത്തെ തകർക്കാൻ കഴിയില്ല എന്നറിയുന്ന ഇറാൻ നേതൃത്വത്തിന് രണ്ടും ഒന്നിക്കുന്ന സാഹചര്യത്തെ നിശ്ചയമായും ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരെയും വെവ്വേറെ ഭയപ്പെടുത്താനാണ് അമേരിക്കയ്ക്കുള്ള ചുവർ ഭീഷണിയും പ്രഖ്യാപനങ്ങളും. ഒപ്പം പശ്ചിമേഷ്യയിലെ മറ്റ് അമേരിക്കൻ പക്ഷ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ കൂടി വിരട്ടാൻ. ഇതിനിടയിൽ ആണവ കുറ്റത്തിനുള്ള പ്രഹരം നൽകാൻ ട്രംപ് തീരുമാനിക്കുമോ? ഇസ്രായേലിന്റെ പദ്ധതി എന്താണ് എന്നതൊന്നും ഇപ്പോൾ വ്യക്തമല്ല. ഇറാനിലെ ജനങ്ങളുടെ ദുരവസ്ഥയും ആണവായുധം കൊണ്ട് ഇറാനും ഭീകര മിലീഷ്യകളും പശ്ചിമേഷ്യയെയും ലോകത്തെയും അസ്വസ്ഥമാക്കുമെന്ന സാധ്യതയും യഥാർത്ഥ ആശങ്ക തന്നെയാണ്. എങ്കിലും ഇതുവരെ യുദ്ധം ഒഴിവായി എന്നതിൽ ആശ്വാസം കൊള്ളാത്തവരുണ്ടാകില്ല. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എല്ലാ പക്ഷത്തിനും ധാരണയുണ്ട് എന്നത് പരാജയമായി കാണുന്ന സമൂഹ മാധ്യമങ്ങളുടെ പ്രചാരണമല്ല, മനുഷ്യ സമൂഹത്തിന്റെ താല്പര്യത്തിന് നിരക്കുന്ന കാര്യം. ഇസ്രയേലിനോടുള്ള വിദ്വേഷവും ആന്റിസെമിറ്റിസവും നിമിത്തം ഇറാൻ കഴിഞ്ഞ അരനൂറ്റാണ്ട് വരുത്തിവെച്ച കെടുതികളെ കുറിച്ചും മതകാർക്കശ്യത്താൽ ജനങ്ങളെ ദ്രോഹിച്ചതിനെ കുറിച്ചും ഖമേനിയുടെ മതമൗലിയിൽ വെളിച്ചം കയറാൻ ഏറെ പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഖമേനി അതിനായി ബുദ്ധിയുടെ കവാടം തുറന്നിടുമോ? തൽക്കാലം ഏറെ പ്രതീക്ഷകളില്ലാത്തൊരു ചോദ്യം. പകരം ട്രംപും നെതന്യാഹുവും എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നവർ മുൾമുനയിലാണ്. മോദിയെ അന്ധമായി പ്രശംസിക്കുന്നവർ പറയുന്നതാണോ FTAയുടെ കാര്യത്തിൽ ശരി? യൂറോപ്യൻ യൂണിയനുമായി ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യം തന്നെ? അതോ ട്രംപിനെ തോൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇല്ലം ചുടുന്നു എന്നാകുമോ? അമേരിക്ക ഇന്ത്യയുടെ ശുദ്ധ താല്പര്യങ്ങൾക്ക് തടസ്സം നിന്നാൽ മറുവഴി കണ്ടെത്തേണ്ടത് സർക്കാരിന്റെ ആവശ്യവും ഉത്തരവാദിത്വവുമാണ്. ഇപ്പോഴത്തെ കയ്യടിക്കും ആരവത്തിനും ശേഷം അത് രാജ്യത്തിന് ദോഷകരമാകരുതെന്ന് മാത്രം. പുതിയ കരാർ പ്രകാരം പ്രധാനപ്പെട്ട മേഖലകളിൽ ഇന്ത്യയുടെ കയറ്റുമതിക്ക് വരും വർഷങ്ങളിൽ വൻ വളർച്ച പ്രതീക്ഷിക്കാം. ഫിഷറീസ്, കെമിക്കൽസ്, ഫുഡ്വെയർ, ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയവയാണ് ആ മേഖലകൾ. പക്ഷേ അതൊക്കെ പ്രതീക്ഷകൾ മാത്രം. ഈ വക ഉൽപ്പന്നങ്ങൾ താരിഫില്ലാതെയോ കുറഞ്ഞ താരിഫിലോ അവിടങ്ങളിലേക്ക് കയറ്റിവിടാൻ അനുവാദമുണ്ട് എന്നല്ലാതെ വരാനിരിക്കുന്ന വർഷങ്ങളിൽ ആ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന വ്യവസ്ഥയൊന്നുമില്ല. മറ്റു രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി മത്സരിച്ച് ജയിച്ച് ഇപ്പോൾ അവകാശപ്പെടുന്ന നേട്ടമെല്ലാം കൈക്കലാക്കണം. ഇന്ത്യക്ക് ഈ മേഖലയിൽ സാധ്യതകൾ ഉണ്ട്, പക്ഷേ അവ സുനിശ്ചിതങ്ങളല്ല.
പക്ഷേ പകരം താരിഫില്ലാതെ ഇന്ത്യയിലെത്തുന്ന വികസിത യൂറോപ്യൻ രാജ്യങ്ങളുടെ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾ, വൈൻ, സ്പിരിറ്റ്, അജമാംസം എന്നിവ ഇവിടുത്തെ ഉൽപാദകരെ പുറകോട്ട് തള്ളുമെന്നതല്ലേ സത്യം? അവർ ഈ സാധ്യത പരമാവധി ഉപയോഗിക്കുമെന്നതിലോ ഇന്ത്യയിലെ ഇറക്കുമതിക്കാർ അവസരം മുതലെടുക്കുമെന്നതിലോ വില കുറഞ്ഞ വിദേശ ഉൽപ്പന്നങ്ങൾക്ക് ദേശസ്നേഹ നാട്യക്കാരടക്കം ഇന്ത്യക്കാരുടെയും മനസ്സ് തടസ്സം പറയില്ല എന്നതിലോ ആർക്കാണ് സംശയമുള്ളത്? വിദേശത്ത് ഇന്ത്യൻ ചെറുപ്പക്കാർക്ക് കുറെ അവസരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ കാര്യമോ? എല്ലാ ചെറുപ്പക്കാർക്കും യൂറോപ്പിലേക്ക് കുടിയേറാൻ കഴിയില്ലല്ലോ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഏത് ഇന്ത്യക്കാരന്റെയും ലക്ഷ്യമാണ്. വിദേശത്ത് കിട്ടുന്നത് പോലെ മെച്ചപ്പെട്ട ശമ്പളവും സൗകര്യങ്ങളും ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇന്നാട്ടിൽ കിട്ടുന്ന കാലം എല്ലാവരുടെയും സ്വപ്നം. അതിന് സാധിക്കുന്ന വിധത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എല്ലാ തലത്തിലും ശക്തിപ്പെടാൻ ഈ കരാർ ഉപകരിക്കുമെന്നത് പ്രതീക്ഷ മാത്രം. 200 കോടി ജനങ്ങൾക്ക് കരാർ ഗുണകരമെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. യൂറോപ്പിലെ 45 കോടി ജനങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ത്യയിലെ 150 കോടിക്കടുത്തു പേരുടെ കാര്യത്തിൽ ഉറപ്പുണ്ടോ? ഇന്ത്യയുടെ കാർഷിക ക്ഷീര മേഖലകൾ മാത്രമല്ല, വാഹന മേഖലയും യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ തള്ളിക്കയറ്റം നേരിടേണ്ടി വരുമെന്നത് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന വസ്തുത. ഇപ്പോൾ നേട്ടമുണ്ടാക്കുമെന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ വരാനിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കർശനമായ ബൗദ്ധിക സ്വത്തവകാശ നിബന്ധനകളായിരിക്കുമെന്ന് സൂചനകളുണ്ട്. കാർബണിക മലിനീകരണത്തിന്റെ പേരിൽ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള യൂറോപ്പിന്റെ കാർബൺ ലെവി ആയിരിക്കും വരാനിരിക്കുന്ന മറ്റൊരു ഭീഷണി. അതൊക്കെ നടപ്പിലാകുന്നത് നാളെ ആവില്ല, വരാനിരിക്കുന്ന വർഷങ്ങളിൽ. ഇന്ത്യ നേട്ടമുണ്ടാക്കുമെന്ന് ചിലരൊക്കെ അവകാശപ്പെടുന്ന അടുത്ത 1-2 പഞ്ചവർഷങ്ങളിൽ തന്നെ. അപ്പോഴറിയാം 45 കോടി പേർക്ക് വേണ്ടി ഇന്ത്യയിലെ 150 കോടി പേരുടെ വിപണി തുറന്നിട്ട് കൊടുക്കുന്നതിന്റെ യഥാർത്ഥ മിച്ച ഫലം. ഒരു കാര്യം എടുത്തു പറയണം, ട്രംപ് ഏകപക്ഷീയമായി താരിഫ് കാര്യങ്ങൾ നിശ്ചയിക്കുമ്പോഴും അമേരിക്കയിലെ കാർഷികോൽപാദകരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കടുംപിടുത്തം നടത്തുന്നു എന്നത് കേന്ദ്ര സർക്കാർ ഇന്ത്യക്ക് വേണ്ടി പുതിയ വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത് ജനങ്ങളുടെ പ്രതീക്ഷയും അവർ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വവുമാണ്. എന്തായാലും കരാറിനെതിരെ രാജ്യത്തെ CPM പാർട്ടി രംഗത്തുണ്ട്. സൂക്ഷ്മ ചെറുകിട ഉൽപാദന മേഖലകളെയും കാർഷിക ക്ഷീര മേഖലകളെയും ഒക്കെ അത് ദോഷകരമായി ബാധിക്കുമെന്ന ആക്ഷേപം കേവലം രാഷ്ട്രീയമെന്ന് പറയാനാവില്ല. ഇസ്രയേലിനോട് വാണിജ്യ പങ്കാളിത്തം കൂടുന്നതിനെ പാലസ്തീൻ പ്രേമത്തിന്റെ പേരിൽ എതിർക്കുന്ന അവരുടെ പൊള്ള രാഷ്ട്രീയത്തെ അവഗണിക്കാം. പക്ഷേ ഇന്ത്യ രക്ഷാമാർഗം കണ്ടെത്തിയെന്ന അവകാശവാദത്തെ അവർ എതിർക്കുന്നതിൽ കഴമ്പുണ്ട്. ഇന്ത്യ സൂപ്പർ ശക്തി ആയാൽ നന്നെന്ന് ഇന്ത്യക്കാർ ആഗ്രഹിക്കും. എന്നാൽ ആ ആഗ്രഹം സാധ്യതമാകാൻ എത്രയോ ഹിമാലയൻ കടമ്പകൾ കടക്കാനുണ്ട്. അമേരിക്കയുടെ GDP യും ഇന്ത്യയുടെ GDP യും തമ്മിലുള്ള അജഗജ വ്യത്യാസം നമുക്കറിയാം. എന്നാൽ ഈ വ്യത്യാസമല്ല നമ്മെ ജാഗരൂകരാക്കേണ്ടത്. വികസിത രാജ്യങ്ങളിലെ പോലെ സമ്പന്നരും അതിസമ്പന്നരും ഉണ്ടായിരിക്കുമ്പോഴും ഭൂരിപക്ഷം വരുന്ന അതിസാധാരണക്കാർക്കും അതിൽ താഴെയുള്ളവർക്കും സേവനങ്ങൾ ഉറപ്പാക്കുന്ന അടിസ്ഥാന സാമ്പത്തിക സമത്വം ഇനിയും സാധ്യമായിട്ടില്ല എന്നതാണ്. കുറെ പേർ സമ്പന്നരായതുകൊണ്ടും കുറെ പേർക്ക് വൻ ശമ്പളം ലഭിച്ചതുകൊണ്ടും മാത്രം രാജ്യം സൂപ്പർ ശക്തിയാകില്ല. രാജ്യത്തെ സൂപ്പർ ശക്തിയാക്കേണ്ട ജനങ്ങളുടെ ജീവനശക്തിയാണ് അത്യാവശ്യം ഉറപ്പാക്കേണ്ടത്. ഡോളറിന്റെ പ്രമാണിത്വം നേരിടാൻ ബ്രിക്സ് നാണയം എന്നത് ലോക ജനസംഖ്യയിൽ 40% സ്വാഭാവികമായ പ്രതികരണവും നീക്കവുമാണ്. പക്ഷേ ചൈനയും റഷ്യയും ഇന്ത്യൻ രൂപയെ ശക്തിപ്പെടുത്താനല്ല രംഗത്തുള്ളത്. അവരുടെ ഇടപാടുകളുടെ സങ്കീർണതകൾ ഇന്ത്യക്ക് അറിയണമെന്നുമില്ല. ഡോളറിന് സ്വാധീനമുള്ള ഇന്റർ ബാങ്ക് സാമ്പത്തിക വിവര വിനിമയ പ്ലാറ്റ്ഫോം സ്വിഫ്റ്റും BIC കോഡും പുറന്തള്ളാൻ ബ്രിക്സിന് ഉദ്ദേശമുണ്ട്.
ഇപ്പോൾ 200 രാജ്യങ്ങളിലായി 11,000-ലേറെ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സന്ദേശ വിനിമയം സുരക്ഷിതമായി സാധ്യമാക്കുന്നതാണ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന സ്വിഫ്റ്റും BIC കോഡും. കള്ളപ്പണം, ഹവാല, മയക്കുമരുന്ന് കടത്ത് എന്നിവയ്ക്കൊക്കെ അത് വെല്ലുവിളിയായിരുന്നു. ഉപരോധം നിശ്ചയിക്കാൻ ഈ പ്ലാറ്റ്ഫോം അമേരിക്കയ്ക്ക് മേൽക്കൈ നൽകിയിട്ടുണ്ടെന്നത് ബ്രിക്സ് സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത കാര്യം. എങ്കിലും ഡോളറിനോടുള്ള എതിർപ്പിൽ നിലവിലുള്ള സുരക്ഷിതത്വം പെട്ടെന്ന് വിട്ടുകളയാൻ കഴിയുമോ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയതുപോലെ നെഹ്റുവിൻ്റെയും ടിറ്റോയുടെയും വിദ്വേഷമില്ലാത്ത ചേരിരഹിത നയത്തിന് നിരക്കുന്ന വിധമാകണം ഇന്ത്യൻ രൂപയെ ശക്തിപ്പെടുത്തുവാൻ ബ്രിക്സ് കറൻസിയുടെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നത്. അത് ഭാവിയിൽ ഗുണകരമാകാം. അല്ലെങ്കിൽ വിരുദ്ധ താല്പര്യങ്ങളോടെ തൽക്കാലം ഒന്നിച്ചു കൂടുന്നവരെ തിരിച്ചറിയാൻ വൈകി എന്ന അനുഭവവും പ്രതീക്ഷിച്ചു കൂടാത്തതല്ല. സമൂഹ മാധ്യമങ്ങളുടെ വരവോടെ ചിലർ ഇളക്കിവിട്ട ചോദ്യമാണ് കായൻ വിവാഹം കഴിച്ചത് ആരെ എന്ന്. അതിപ്പോഴും മീഡിയയിൽ വട്ടം ചുറ്റുന്നു. ചിലർക്ക് ഈ ചോദ്യത്തിന് പിന്നിൽ 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ബൈബിൾ പ്രകാരം കായൻ തന്റെ സഹോദരിയെ വിവാഹം ചെയ്തു എന്ന ഉത്തരം ക്രൈസ്തവർക്ക് പറയേണ്ടി വരും. അതിന് മടിക്കുന്നവരെ ഉത്തരം മുട്ടിച്ചെന്ന് വ്രതാ സന്തോഷിക്കാം. അല്ലെങ്കിൽ ഉൽപ്പത്തി വിവരണം ഗർഹണീയമെന്ന് വരുത്തിവെക്കാം. 2, ആദ്യത്തെ ഉത്തരം പറയുന്നില്ലെങ്കിൽ ആദം ഹവ്വ അല്ലാതെ ആദി മാതാപിതാക്കളും വേറെ ജനതകളും ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. അതോടെ ആദി മാതാപിതാക്കൾ എന്ന വിവരണം അസാധുവാകും. ബൈബിളിനെ നിഷേധിക്കാനും കഴിയും. ക്രൈസ്തവരിൽ ചിലർ തന്നെ ഈ രണ്ടാമത്തെ വിശദീകരണം പറയുന്നു എന്നതാണ് ദുരന്തം. അത് ബൈബിൾ വിരുദ്ധവും വൻ പ്രമാദവുമാണെന്ന് തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടട്ടെ. മനുഷ്യ സൃഷ്ടിയും ആദിമ ദമ്പതികളുടെ കൽപ്പനാ ലംഘനവും അതുവഴി മനുഷ്യവംശം മുഴുവനെയും ബാധിച്ച ജന്മപാപവും രക്ഷകന്റെ വാഗ്ദാനവും തുടർന്നുള്ള വംശചരിത്രം മുഴുവനും വ്യക്തമാക്കുന്നുണ്ട്. ഒരേ മാതാപിതാക്കളിൽ നിന്നാണ് മനുഷ്യകുലം മുഴുവന്റെയും ഉത്ഭവമെന്ന്. കത്തോലിക്ക വിശ്വാസികൾ ഈ വിശ്വാസം ഉപേക്ഷിക്കുന്ന നിമിഷം അവർ ബാക്കിയെല്ലാം അർത്ഥശൂന്യമെന്ന് പ്രഖ്യാപിക്കുകയാണ്. യേശു ദൈവപുത്രനും ദൈവവും ഏക രക്ഷകനും എന്ന വിശ്വാസം തള്ളിപ്പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആദം ഹവ്വ പരമ്പരയല്ലാതെ വേറെ ജനതകൾ എന്ന ആശയം ആദ്യം തന്നെ തിരസ്കരിക്കപ്പെടണം. എന്തുകൊണ്ടാണ് കായൻ സഹോദരിയെ വിവാഹം ചെയ്തു എന്ന ഉൽപ്പത്തി കാലത്തെ കാര്യം ഇന്നത്തെ ചില ക്രൈസ്തവർക്ക് ഗർഹണീയമായി തോന്നുന്നത്? നിയമങ്ങളുടെ കർത്താവായ ദൈവത്തിന്റെ നിയമത്തെയും തീരുമാനത്തെക്കാൾ വലുതാണ് തങ്ങൾ കൊണ്ടു നടക്കുന്ന ധാരണകളും അഭിമാന ചിന്തകളും മാനകങ്ങളും എന്നതുകൊണ്ടാകാം. വിശുദ്ധ ഗ്രന്ഥത്തെ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുകയും വിശദീകരണങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ള സെന്റ് അഗസ്റ്റിനും മറ്റു കത്തോലിക്ക പണ്ഡിതന്മാരും പറയുന്ന ഉത്തരവും തിരുവചന വ്യാഖ്യാനവും പാരമ്പര്യ വിശദീകരണവും ഇതാണ്. കായൻ വിവാഹം ചെയ്തത് സഹോദരിയെയോ സഹോദരങ്ങളിൽ ഒരാളുടെ പുത്രിയെയോ ആണെന്ന്, ഒരു പക്ഷേ ഹാബേലിന്റെ ഇരട്ട സഹോദരിയെ തന്നെ എന്ന്. അത് ലജ്ജയുടെ വിഷയമല്ല. അവരുടെ വിവാഹം സംബന്ധിച്ചും ഇതേ ചോദ്യം ഉയരാം. ഉത്തരവും ഇതുതന്നെ. അത് സാധ്യമാക്കത്തക്ക വിധം കായൻ മൂത്തപുത്രനായിരുന്നു എന്നും ആദത്തിനും ഹവ്വയ്ക്കും വേറെയും പുത്രന്മാരും പുത്രിന്മാരും ഉണ്ടായി എന്നും തിരുവചനം പറയുന്നുണ്ട്. പറയുന്നതിന്റെ ക്രമമാണ് എപ്പോഴും കാലിക ക്രമം എന്നില്ല. വളർന്നു പെരുകി ലോകം മുഴുവൻ വ്യാപിക്കാൻ ആദിമ ദമ്പതികളോട് നിർദ്ദേശിച്ച ദൈവം തന്നെയാണ് മറ്റൊരു മാർഗത്തിന്റെ അഭാവത്തിൽ ഈ രീതി അനുവദിച്ചതെന്ന് സെന്റ് അഗസ്റ്റിൻ വിശദീകരിക്കുന്നു സിറ്റി ഓഫ് ഗോഡ് എന്ന തന്റെ 15-ാം പുസ്തകത്തിൽ. ഇത് അനുവദിക്കാൻ ജീവശാസ്ത്രപരമായ കാരണം കൂടിയുണ്ട്. ദൈവം മിക്കവാറും പൂർണ്ണതയിൽ സൃഷ്ടിച്ച മനുഷ്യരുടെ ജനിതക ശുദ്ധി ആദ്യ തലമുറകളിൽ നഷ്ടമായിരുന്നില്ല.
അടുത്ത ബന്ധുക്കളുടെ വിവാഹം നിമിത്തം തലമുറകൾക്ക് ജനിതക തകരാറുകളുടെ സാധ്യത അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ മനുഷ്യകുലം പെരുകിയപ്പോൾ മനുഷ്യകുലത്തിന്റെ സുരക്ഷയെ കരുതി മോശയിലൂടെ അഗമ്യഗമനവും നിഷിദ്ധ ഗമനവും ഒക്കെ ദൈവം വിലക്കി. ഇല്ലെങ്കിൽ മനുഷ്യകുലം ജനിതക തകരാറുകളും തകർച്ചകളും ബാധിച്ച നിരവധി പേരുടെ ഗണമായി മാറിയേനെ. ഇത് നമുക്ക് സ്വാഭാവികമായി കരുതാവുന്ന കാര്യം. യഥാസമയം അത് ദൈവം ഒഴിവാക്കി. ആത്മാവിനെ ബാധിക്കുന്ന സർവകാലിക പ്രസക്തമായ 10 കൽപ്പനകളുടെ ഗണത്തിൽപ്പെടുന്നതായിരുന്നില്ല ഈ വിഷയം. കാത്തലിക് എൻസൈക്ലോപീഡിയ, ഹൈഡോക് ബൈബിൾ കമന്ററി എന്നിവ ദൈവം അനുവദിച്ചതിനെ അശുദ്ധമെന്നോ നിഷിദ്ധമെന്നോ കരുതാത്ത വിശദീകരണമാണ് നൽകുന്നത്. കത്തോലിക്ക ബൈബിൾ വ്യാഖ്യാനങ്ങളിലെ പ്രാമാണികമായ ഒന്നാണ് 19ാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഹൈഡോക് ബൈബിൾ കമന്ററി. കത്തോലിക്ക സഭയ്ക്ക് മതിയായ ബൈബിൾ വചന വ്യാഖ്യാനങ്ങൾ ഇല്ലെന്ന് ചില പെന്തക്കോസ്റ്റൽ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ കരുതുന്നവർ ഇത്തരം വിസ്മയകരമായ കാത്തലിക് ഗ്രന്ഥങ്ങളെ അറിയുകയെങ്കിലും വേണം. വിഷയത്തിലേക്ക് വീണ്ടും. കായൻ വിവാഹം ചെയ്തത് സഹോദരിയെ ആണെന്നത് കത്തോലിക്ക വിശദീകരണവും പരമ്പരാഗത ധാരണയുമാണ്. അത് പറയാൻ ആരും ലജ്ജിക്കേണ്ടതില്ല. ദൈവം വിശദീകരിച്ച് അനുവദിച്ചതിനെ ലജ്ജാകരമെന്ന് കരുതുന്നതിലാണ് വഞ്ചന. ദൈവം നിശ്ചയിച്ച സമയപരിധി വരെ മാത്രമായിരുന്നു അതിന്റെ സാധുത. ഇന്നത് തിന്മയാണ്. കാരണം ദൈവം മറിച്ചു കൽപ്പിച്ചു. വേറെ ജനതയുള്ള നോദ് എന്ന സ്ഥലത്ത് കായൻ പുതിയ നഗരം പണിതു എന്നതിലും ബൈബിൾ പാരമ്പര്യത്തിന് ചേർന്ന വിശദീകരണമുണ്ട്. നോദ് എന്നുദ്ദേശിക്കുന്നത് അലഞ്ഞുതിരിയലിനെയാണ്. കായൻ ഭാര്യയെ കൂട്ടി അവിടെ പോയി പാർത്തു എന്നേ കത്തോലിക്ക പണ്ഡിത വിശദീകരണമുള്ളൂ. കായന്റെ ഭാര്യയുടെ പേര് അവാൻ എന്ന് ചില അപ്രമാണിക വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. അത് കത്തോലിക്ക പാഠമല്ല. കൂടാരകാലത്തെ കൂട്ടുജീവിതത്തിൽ പകർച്ചവ്യാധികളും കെടുതികളും ഒഴിവാക്കാനുള്ള ആരോഗ്യ രക്ഷാ നിർദ്ദേശമാണ് ഇസ്രയേൽക്കാർക്കുള്ള പല കൽപ്പനകളുടെയും പരിഗണന എന്ന ഭൗതിക വസ്തുത കൂടി ഇതോടൊപ്പം ഗ്രഹിക്കുന്നത് നന്ന്. എല്ലാം ആധ്യാത്മിക നിയമങ്ങൾ ആയിരുന്നില്ല എന്ന് സാരം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.